ഇപ്പോഴിതാ കോടതി SITയുടെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പുതിയ വിവരം കൂടിയാണുള്ളത്. ആജ്ഞയാണ് ആ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരാൻ പോകുന്നത്. ആജ്ഞ, ഏറ്റവും പുതിയ വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വീണ്ടും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. SIT ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. മൂന്നാമത്തെ റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ സമയം കൂടുതൽ ചോദിക്കുന്ന ഒരു പശ്ചാത്തലം, ഇനിയും അതിനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് എത്രത്തോളം ഗൗരവതരമാണ് എന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷനുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കോടതി കൂടുതൽ നിരീക്ഷണങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ കോടതിയോട് ഒരുപക്ഷെ ഇനി കൂടുതൽ ഉന്നതർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ അതിനുകൂടിയുള്ളൊരു അനുമതി തേടൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇനിയും സമയം ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് മുന്നിൽ കാണുന്ന സാധ്യതകൾ ആജ്ഞ? പ്രധാനപ്പെട്ട സാധ്യത അഭിലാഷ്, കൂടുതൽ സമയം SIT ആവശ്യപ്പെട്ടേക്കുമെന്നാണ്. കാരണം കഴിഞ്ഞ തവണ തന്നെ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച സാഹചര്യത്തിൽ തന്നെ ഈ കാലയളവ് 6 ആഴ്ച കാലയളവാണ് ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. ഈ കാലയളവ് പോരാ ഈ അന്വേഷണത്തിലേക്ക് പൂർണ്ണമായി അന്വേഷണം പൂർത്തിയാക്കാനുള്ള സമയം, ഈ പരിധി ഇത് പോരാ എന്ന് അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചിരുന്ന സാഹചര്യമുണ്ട്. അത് ഇന്നും അതായത് കൂടുതൽ കാലാവധി നീട്ടി തരേണ്ടുന്ന സാഹചര്യം എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് കോടതിയിൽ SIT വ്യക്തമാക്കുമെന്നാണ്, കോടതിയെ കൂടുതൽ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘങ്ങൾ ഈ റിപ്പോർട്ട്, അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് നടക്കുന്നത്. നമുക്കറിയാം, അതിൻ്റെ ഹൈക്കോടതിയുടെ ഓൺലൈൻ കോടതിയിൽ നമുക്ക് സൗണ്ട് കേൾക്കുന്നില്ല, അത് മ്യൂട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും അടച്ചിട്ട മുറിയിലൂടെ ഉള്ള ഈ കോടതി പ്രൊസീഡിങ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം 6 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലെത്തിയിട്ടുള്ളത്. ഈ 6 പേരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പത്മകുമാർ എത്തി നിൽക്കുന്ന അറസ്റ്റ്, ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന അറസ്റ്റ്, ഇത്തരം കാര്യങ്ങളായിരിക്കും ഇന്ന് SIT കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തുക. ഇനിയുള്ള ഉണ്ടാകുന്ന ഏത് തരത്തിൽ അന്വേഷണ നീക്കം ഉണ്ടാകണം, അത്തരം കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുകയും കോടതി ഇതുമായി ബന്ധപ്പെട്ട സജഷൻസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യം കൂടിയായിരിക്കും ഇനി ഉണ്ടാവുക. എന്തായാലും കഴിഞ്ഞ തവണത്തെ ഹിയറിംഗിൽ കോടതി ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് വായിക്കുന്ന സാഹചര്യത്തിൽ, പരിശോധിക്കുന്ന സാഹചര്യത്തിലാണ് വിഗ്രഹ കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിരീക്ഷണം കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ സാധ്യത കൂടി പരിശോധിക്കണം. അതിൻ്റെ സാധ്യത എത്രത്തോളമുണ്ട്, അതിലെന്തെങ്കിലും കണ്ടെത്തലുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ഇന്ന് SIT കോടതിയെ ബോധ്യപ്പെടുത്തും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കൂടി വളരെ ഗുരുതരമായിട്ടുള്ള ഇടപെടലുകൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും, മന്ത്രിയുടെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഇതിലിപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ ഉദ്യോഗസ്ഥർ, N വാസുവിനെ പോലെയുള്ളവർ, പത്മകുമാറിലേക്ക് വരെ എത്തി നിൽക്കുന്നവർ, പത്മകുമാറിന്റെ മൊഴി എന്നത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരാണ് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ സാങ്കേതികമായി അത് സമർത്ഥിച്ചെടുക്കാൻ സാധിക്കാത്ത പശ്ചാത്തലമുണ്ട്. മന്ത്രി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഇടപെട്ടിരുന്നു എന്ന തരത്തിലൊക്കെയാണ്. പക്ഷേ അപ്പോഴും ചില ചോദ്യങ്ങളിൽ നിന്ന് പത്മകുമാർ ഒഴിഞ്ഞു മാറി എന്ന തരത്തിലും സൂചനകളുണ്ട്. ആജ്ഞ സൂചിപ്പിക്കുന്ന പോലെ ഇതൊക്കെ ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വാർത്താ സോഴ്സിൽ നിന്ന് മാത്രമാണ് നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുക. അതിനപ്പുറത്ത് ഈ സീൽ ചെയ്ത കവറിൽ നൽകുന്ന റിപ്പോർട്ട് അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. എങ്കിൽ പോലും ഉന്നതർ ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട എന്ന സംശയം കോടതിക്ക് മുന്നിൽ പ്രബലമായി തന്നെ നിൽക്കുന്ന സാഹചര്യമല്ലേ ഉള്ളത് ആജ്ഞ? അഭിലാഷ്, മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ, അതുപോലെ മുരാരി ബാബു, പത്മകുമാർ, ഇവരെയൊക്കെ ചോദ്യം ചെയ്യപ്പെടും. ഈവൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉൾപ്പെടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഞാൻ മാത്രമല്ല, അതല്ലെങ്കിൽ ഇതിന് പിന്നിൽ വലിയ പങ്കുണ്ട്, വലിയ ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ള തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ, പ്രതികരണങ്ങൾ വന്നിരുന്നു. അത് കൺഫേം ചെയ്യാനുള്ള നീക്കത്തിൽ തന്നെയാണ് SIT എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം മന്ത്രിക്ക് എന്താണ് ഇതിൽ പങ്ക് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടുന്ന ആവശ്യകത, പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ, പ്രത്യേകിച്ചും ദേവസ്വം മന്ത്രിയുടെ നേരെ ഇത്തരത്തിലൊരു ചോദ്യം ഉയർന്നിരുന്ന ഒരു സാഹചര്യത്തിൽ, അതൊരു ചോദ്യചിഹ്നമായി തന്നെ ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ദേവസ്വം മന്ത്രിക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കേണ്ടുന്ന സാഹചര്യം കൂടിയുണ്ട്. അത് ഏത് തരത്തിൽ വേണം, അത് വ്യക്തമായിട്ടുണ്ടോ എന്നുള്ള കാര്യം SIT ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ല, ഇത്തരം വീണ്ടും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് ഹൈക്കോടതി കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകും. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കഴിഞ്ഞ 3
ഈ 3 തവണയായിട്ടുള്ള ഈ നീക്കം പ്രൊസീഡിങ്സ് നടക്കുന്നത്. എന്തായാലും 6 ആഴ്ച കാലാവധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. അത് അവസാനിക്കാറായിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ കാലാവധി നീട്ടി നൽകാൻ SIT കോടതി ആവശ്യപ്പെടും. പ്രത്യേകിച്ചും അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ, അത്തരം സംശയങ്ങൾ, അത്തരം ആശങ്കകൾ കോടതി മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിൽ അതിലേക്ക് കൂടുതൽ എത്തിപ്പെടേണ്ടുന്ന സാഹചര്യം SITക്കുമുണ്ട്. അതല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണത്തിൽ അതിൽ കൂടുതൽ എങ്ങനെ അന്വേഷണം വ്യാപിപ്പിക്കാമെന്നുള്ള നിരീക്ഷണവും ഇടപെടലുകളും ഉണ്ടാകേണ്ടതുണ്ട്. അത്തരം ഒരു സാഹചര്യം കൂടി ബാക്കി നിൽക്കുമ്പോൾ ഈ 6 ആഴ്ച പോരാ എന്നുള്ള അവസ്ഥയിലെത്തിയിരിക്കുന്ന ഒരു ഇതാണ് നിലവിലുള്ളത്. എന്തായാലും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അത് കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെയും ജസ്റ്റിസ് കെ വിജയകുമാറിന്റെയും ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്ന ദേവസ്വം ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കോടതി സ്വമേധയാ എടുത്ത കേസിന്മേലുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ്, അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരുന്ന മിനിറ്റുകളിൽ തന്നെ പുറത്തേക്ക് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തീർച്ചയായും അതനുസരിച്ച് നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാം. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ കോടതി സ്വമേധയാ എടുത്ത ഒരു കേസ്, ഒരുപക്ഷെ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇത്രയും വലിയ കവർച്ചയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരില്ലായിരുന്നു എന്ന് കൂടി വേണം നമുക്ക് പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കാനുള്ളത്. കോടതിയാണ് നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരുന്നത്. എങ്ങനെയാണ് ഈ കൊള്ള സാധ്യമായത്? എത്ര വലിയ കൊള്ളയാണ് നടന്നത്? ഈ കൊള്ള എപ്പോഴാണ് ആരംഭിച്ചത്? ആരൊക്കെയാണ് അതിന് പിന്നിൽ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, SIT റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഏറ്റവും നിർണായകമാകുന്നത് ഈ റിപ്പോർട്ട് CPIMനെ സംബന്ധിച്ചിടത്തോളമാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്ന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പ്രേക്ഷകർക്കറിയാം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അതായത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ ആണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അവിടെ CPIMനെ വളരെ കൃത്യമായി പ്രതിക്കൂട്ടിലാക്കുന്ന 2 പേരുകളുണ്ട്. അതിൽ ആദ്യത്തെ പേര് എന്നത് മറ്റാരുമല്ല, N വാസു എന്നത് തന്നെയാണ്. N വാസുവാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സംശയ നിഴലിൽ നിൽക്കുന്നത്. ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവിന് ശബരിമലയിലെ തട്ടിപ്പുകളെ സംബന്ധിച്ച് ബോധ്യമുണ്ടായിരുന്നില്ലേ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നു. അതിന് കാരണം എന്താണ്? ഈ MV ഗോവിന്ദനെ പോലെയുള്ള CPIMന്റെ സംസ്ഥാന സെക്രട്ടറി വളരെ ലളിതവൽക്കരിച്ചുകൊണ്ട് ഈ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത് ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള ഒരു തട്ടിപ്പാണ്, അതിന് ഞങ്ങൾ, അതായത് പാർട്ടിക്ക് എന്ത് ബന്ധം എന്നുള്ളതാണ്. പ്രിയ പ്രേക്ഷകരെ, അങ്ങനെ പറഞ്ഞൊഴിയാനൊന്നും MV ഗോവിന്ദനെ എന്നല്ല ഒരു CPIM നേതാവിന് സാധിക്കില്ല. കാരണം ഒരു ഉദ്യോഗസ്ഥൻ, കേവലമായ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നില്ല N വാസു. CPIMനെ കൃത്യമായി വെട്ടിലാക്കുന്ന, എല്ലാ കാലത്തും CPIMനോടൊപ്പം ചേർന്ന് നിന്നിരുന്ന CPIM കാരനായിട്ടുള്ള വ്യക്തി തന്നെയാണ്